ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജെയിംസിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു മൂന്നാല് കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടി യുഗം എന്ന് പറയുന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മമ്മൂക്കിന്റെ ചില പണ്ട് പറഞ്ഞ ചില ഡയലോഗ്സും കാര്യങ്ങളൊക്കെ എയറിൽ ഇങ്ങനെ റീൽസ് ആയിട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ കുറിച്ച് പറയേണ്ടത് മാത്രമല്ല, ടർബോ ആ സിനിമയെ കുറിച്ച് പറയാനുണ്ട്. അതല്ലാണ്ട് ഒരു ഒന്ന് രണ്ട് അപ്ഡേറ്റ് കൂടി പറയാനുണ്ട്. സോ ആദ്യം അത് പറഞ്ഞിട്ട് ഇങ്ങോട്ടാണ് വരാം. ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കടകൻ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം മമ്പാടുകാരനായിട്ടുള്ള സജിൽ മമ്പാടിന്റെ സിനിമയെ കുറിച്ചാണ്. പുള്ളിയുടെ ആദ്യ കൊമേഴ്ഷ്യൽ ഫിലിമാണ്. അതിനു മുമ്പ് വേറെ സിനിമ ഒന്ന് രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്, ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, പിന്നെ വേറെ ഷോർട്ട് ഫിലിം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാലും ആദ്യ തിയേറ്റർ റിലീസാണ് കടകൻ. സോ അതൊരു വലിയ സിനിമയാണ്. വേഫർ ഫിലിംസ് ആണ് അത് ചെയ്യുന്നത്. അതുപോലെ കുറെ കാര്യങ്ങൾ അതിനെ കുറിച്ച് ഓൾറെഡി സെക്കൻഡ് ലുക്ക് പോസ്റ്റർ റിയാക്ട് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട്. സോ അതിന്റെ ട്രെയിലർ നാളെ 4 മണിക്ക് വൈകിട്ട് റിലീസ് ചെയ്യും. സോ ഞാൻ എന്തായാലും ഈഗർലി വെയിറ്റിംഗ് ഫോർ ദാറ്റ്. കാരണം ഹരിശ്രീ അശോകൻ അടക്കം ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളും ഇന്റർവ്യൂസിലൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിരുന്നു. പ്രസ് മീറ്റിലൊക്കെ നല്ല രസമായിട്ടുള്ള പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ ഭയങ്കര പ്രതീക്ഷയുണ്ട്. മാത്രമല്ല വേഫർ ഫിലിംസ് ആണ് ചെയ്യുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. എന്തായാലും നമുക്ക് ട്രെയിലർ കാണുമ്പോൾ ഇതുവരെയുള്ള പരിപാടി പോലെയല്ലല്ലോ. ട്രെയിലർ കാണുമ്പോൾ നമുക്കറിയാം എന്താണ് പുള്ളിക്കാരൻ സജിൽ ഇതിൽ ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഭയങ്കര അഭിമാനത്തോടു കൂടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. പ്രതീക്ഷിക്കുന്നതിനപ്പുറം ആ ട്രെയിലർ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ആസ് എ നിലമ്പൂരുകാരൻ. സോ എന്തായാലും നാളെ അത് വരും. അതാണ് ആദ്യത്തെ അപ്ഡേറ്റ്. രണ്ട് പറയാനുള്ളത് ധനുഷ് രായൻ പുള്ളിക്കാരൻ്റെ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ, ധനുഷ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ, അതിൻ്റെ ആ ലുക്ക് വന്നിട്ടുണ്ട്. പോസ്റ്റർ ഒഫീഷ്യൽ പോസ്റ്ററാണ്. പേര് രായൻ കേട്ടോ. കലാനിധിമാരനാണ് ചെയ്യുന്നത്. ധനുഷ് രായൻ, റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ധനുഷ്. അതിനാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സോ ലുക്ക് ഇതാണ്. ഒരു ഇറച്ചി വെട്ടുകാരനെ പോലെയാണ് ഫീൽ ചെയ്യുന്നത് മാത്രമല്ല, ഇറച്ചി വെട്ടുകാരൻ തന്നെയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അത് വണ്ടി മെക്കാനിക് ആണോ അല്ല, എന്തായാലും മറ്റേ കുക്കിംഗ് ചെയ്യുമ്പോഴുള്ള മറ്റേ സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇരിക്കുന്നത് ഈ ഒരു സൈഡിൽ ഇരിക്കുന്നത് കാളിദാസ് ജയറാമാണ്. പുള്ളിയുടെ ഒരു നല്ല വേഷാവാൻ സാധ്യത ഉണ്ടോ. കയ്യിൽ അമ്മാതിരി ഒരു കത്തി പിടിച്ചാണ് പുള്ളി ഇരിക്കുന്നത്. പിന്നെ ബാക്കിൽ ഇരിക്കുന്ന നമ്മുടെ മില്ലറിലൊക്കെ ഉള്ള മറ്റേ പുള്ളിയുടെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പേര് കിട്ടുന്നത് തീർച്ചയായിട്ടും കമല രേഖപ്പെടുത്താം. പിന്നെ തട്ടുകടയൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു സംഭവം കൂടി കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇറച്ചിക്കടയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ എനിക്ക് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല കേട്ടോ. എന്തായാലും രായൻ പേര് കേൾക്കുമ്പോൾ എനിക്ക് രായപ്പൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഓർമ്മ വരുന്നത്. അതുപോലെ ഇതൊരു മറ്റൊരു കിടിലൻ രായൻ കഥാപാത്രമാട്ടെ. ലുക്ക് വൈസ് ഒരു രക്ഷയില്ല. ധനുഷ് അറിയാലോ, ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. എന്തെങ്കിലുമൊക്കെ ആ സിനിമയിൽ ഉണ്ടാവും. പെർഫോമൻസ് വൈസ് ആണെങ്കിലും ശരി, അത് സ്റ്റോറി വൈസ് ആണെങ്കിലും ശരി, എത്ര സിനിമകളാണ് പറയാനുള്ളത്. ഈ ഒരു ടൈമിൽ തന്നെ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന സാധനം. പിന്നെ ഡയറക്ഷനും എഴുത്തും പുള്ളി തന്നെ ആകുമ്പോൾ അതെന്തായിരിക്കും എന്ന് അറിയാനുള്ള ഒരു വല്ലാത്തൊരു ആകാംക്ഷ കൂടി ഉണ്ട്. ലുക്ക് പറയുകയാണെങ്കിൽ നല്ല മീശയൊക്കെ നീട്ടി മറ്റേ പിരിച്ചു വെക്കാനുള്ള മീശയുണ്ട്. ബാക്കി ക്ലീൻ ഷേവാണ്. താടി, കുറ്റിമുടി, സൈഡിൽ മിലിറ്ററി കട്ട് പോലെ ചെയ്തിട്ടുണ്ട്. വലത്തെ കയ്യിലൊരു കിഡ്നസ് ആണ് കേട്ടോ. ഇത് വെട്ട് തന്നെ അടിച്ച് നിരത്തിയിട്ടുള്ള ചോരനെ കേട്ടോ പരിപാടി. കയ്യിൽ മറ്റൊരു സ്ക്രൂ ടൈപ്പ് കൂർത്ത സാധനം ഇങ്ങനെ കുത്തി ഇറക്കാൻ. കയ്യിൽ ചെറിയൊരു ചരട് ഇതൊക്കെ തന്നെ ഉള്ളൂ. കയ്യിലൊരു കാലിൽ വള്ളിച്ചെരുപ്പല്ലല്ലോ, അങ്ങനത്തെ ഒരു ചെരുപ്പ്. കൊള്ളാം. എന്തായാലും ഒരു കൊടൂരമായിട്ടുള്ള ആളാണെന്ന് തോന്നുന്ന ഒരു ലുക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് ഭയങ്കര എന്താ പറയാ, അടിപിടി ഒന്നിനെയും പേടിയില്ലാത്ത ഒരാളുണ്ടല്ലോ, തുനിഞ്ഞിറങ്ങിയവൻ എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരാളാണ് രായൻ എന്ന് തോന്നുന്നു. സോ അതാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഇൻ സിനിമാസ് 2024 മാത്രം കൊടുത്തിട്ടുള്ളൂ. ഡേറ്റ് കൊടുത്തിട്ടില്ല. എത്രയും പെട്ടെന്ന് വരും എന്ന് വിചാരിക്കാം. സോ അതും അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ വളരെ പ്രതീക്ഷയോടെ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ ഇത്രയും ഇറങ്ങി ഇത്ര ദിവസമായിട്ടും അതിനെക്കുറിച്ചുള്ള പലതരത്തിലുള്ള അപ്ഡേറ്റ്സുകളും അതിനെക്കുറിച്ചുള്ള എന്താ പറയുക, മറ്റുള്ള ആളുകളുടെ തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള ബ്രദേഴ്സ് സിനിമ കണ്ടിട്ട് പറയുന്ന അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് എന്താ പറയുക, ഒരു ശരാശരി മമ്മൂട്ടി ഫാനിന് രോമാഞ്ചം പുളകിതനായിട്ടിരിക്കാനേ ഈ ഒരാഴ്ച സമയം ഉണ്ടാവുള്ളൂ. അത്തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. ഒരുപാട് ഷോസ് കൂടുന്നുണ്ട്. പലതരത്തിൽ മമ്മൂട്ടി കമ്പനി തന്നെ പല പോസ്റ്റുകൾ പുറത്തു വിടുന്നുണ്ട്. അങ്ങനെ വേറെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിപ്പോ നിൽക്കും. കാരണം ഓരോ സിനിമയും വരുന്നു, അത് തരിപ്പിച്ചു പോകുന്നു. നെക്സ്റ്റ് വരുന്നത് മമ്മൂട്ടി സിനിമ ആയതുകൊണ്ട് പ്രതീക്ഷ ഭയങ്കരമാണ്. അങ്ങനെ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ടർബോ, മിഥുൻ മാനുവൽ തോമസിന്റെ ടർബോ. അതിനെ കുറിച്ചിരിക്കുന്ന വാർത്ത എന്താന്ന് പറയുകയാണെങ്കിൽ, 104 ദിവസത്തെ തുടർച്ചയായ ചിത്രീകരണമാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ പൂർത്തിയായത്. സോ 104 ദിവസത്തിന് തുടർച്ചയായിട്ടുള്ള ആ ചിത്രീകരണം, ആ ഒരു തമിഴ്നാട് ഷെഡ്യൂൾ ഇന്നലെ കഴിഞ്ഞു. ട്രാൻസ്ഫോമേഴ്സ്, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പോലുള്ള ഹോളിവുഡ് സിനിമകളിൽ ചേസിംഗ് സീനുകളിൽ ഉപയോഗിക്കുന്ന
ഡിസ്പ്ലേ മോഷൻ ബ്ലർ മെഷർമെന്റിംഗ് അനുയോജ്യമായ പെർസ്യൂഡ് ക്യാമറ ടർബോയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പും ഈ വാർത്ത വന്നിട്ടുണ്ട്. പക്ഷേ തമിഴ്നാട്ടിലെ ഷൂട്ട് കഴിഞ്ഞത് ഇപ്പോഴാണ് വന്നിട്ടുള്ളത്. സോ തിയേറ്റർ വിറപ്പിച്ച കൊടുവൻ പോറ്റി ഇനി ടെർബോ ജോസിന്റെ വരവോടുകൂടി എന്തായിരിക്കും? തിയേറ്റർ കുലുക്കുമോ? മമ്മൂക്കനോടാണ് ചോദിച്ചപ്പോൾ മമ്മൂക്ക ഇന്റർവ്യൂല് എനിക്ക് ആരെ ചോദിച്ചെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പൊ ചോദിച്ച സമയത്ത് മമ്മൂക്ക തന്നെ എന്നാണ് പറഞ്ഞത്. കാരണം മൂപ്പരെങ്ങനെ വെറുതെ ഒരു വർത്തമാനം പറഞ്ഞിടുന്ന ആളല്ല. നിങ്ങൾ തീരുമാനിക്കൂ, നിങ്ങൾ കാണൂ, നിങ്ങൾ വിധി പറയൂ എന്നൊക്കെയാണ് പുള്ളി പറയാറുള്ളത്. സോ ടെർബോ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ്. ഈ പറഞ്ഞ പോലെ ഹൈപ്പ് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ചില സിനിമകളുണ്ട്. അതിലൊന്നാണ് ടെർബോ എന്ന് പറയേണ്ടി വരും. കാരണം മിഥുൻ മാനുവൽ തോമസ് എന്നുള്ള ആ ഒരു മനുഷ്യന്റെ പേര് തന്നെ അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വൈശാഖ്, മമ്മൂക്ക ഓഫ് കോഴ്സ്. പക്ഷെ മമ്മൂക്ക പ്രത്യേകിച്ചൊരു ഹൈപ്പൊന്നും ഒരാൾക്കും കൊടുക്കാറൊന്നുമില്ല. എന്നാലും ഇതിനൊരു ഹൈപ്പ് അറിഞ്ഞോ അറിയാതോ വന്നിട്ടുണ്ട്. സോ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് നമ്മൾ വെറുതെ സംഭവം ഒന്നും കൊണ്ടുവന്നില്ല. അതിനെക്കുറിച്ചുള്ള മറ്റ് പോസ്റ്ററുകളും മറ്റ് ടീസറും ട്രെയിലറും അപ്ഡേറ്റുകളും വരട്ടെ, അപ്പം നമുക്ക് നോക്കാം. ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ കൊടുമൻ പൂറ്റിയുടെ ഒരു അഴിഞ്ഞാട്ടമാണല്ലോ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ കുറേ ആയിട്ട് ഇപ്പോൾ പല എന്താ പറയുക ഷോർട്സിലാണെങ്കിലും റീൽസിലാണെങ്കിലും ഇൻസ്റ്റയിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന 2 വീഡിയോസ് ഉണ്ട്. ഈ വീഡിയോ റിയാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് എനിക്ക് കുറേ മെസ്സേജ് വന്നിട്ടുണ്ട്. അവരെന്നെ എനിക്ക് ലിങ്ക് അയച്ചു തന്നിട്ടുള്ളതും. ഒന്ന് 35 സെക്കൻഡേ ഉള്ളൂ, ചെറിയൊരു ഷോർട്ടാണ്. പിന്നെ ഒന്ന് 57 സെക്കൻഡേ ഉള്ളൂ. സോ ജസ്റ്റ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഒന്ന് നമുക്ക് അംബേദ്കർ എന്ന് പറഞ്ഞ സിനിമയിലെ ഇംഗ്ലീഷ് പറയുന്നതിനെ കുറിച്ച് പറഞ്ഞൊരു സാധനമാണ്. അത് ഭയങ്കര രോമാഞ്ചമുള്ളൊരു സാധനമാണ്. നെക്സ്റ്റ് പുള്ളി ഈ അഭിനയത്തിനെ കുറിച്ച് തേച്ച് മിനുക്കി എന്ന് പറഞ്ഞുള്ള സംഭവമാണ്. അതിപ്പോ ഒന്ന് കണ്ടു നോക്കുക, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. സോ ആദ്യം ഇത് കാണാം, പിടിച്ചോ. സിനിമ വിൽ നെവർ കം ടു യു, യു ഹാവ് ടു ഗോ ടു ദ സിനിമ. സിനിമ ഞാൻ പണ്ട് പറഞ്ഞൊരു കഥ തന്നെ ഇപ്പോഴും. സിനിമയ്ക്ക് നമ്മുടെ ആവശ്യമില്ല, വേറെ ആൾക്കാർ ഒരുപാടുണ്ടല്ലോ. അടൂരിന് എന്നെ ആവശ്യമില്ല, ജോഷിക്ക് എന്നെ ആവശ്യമില്ല, ഹരിഹരൻ എന്നെ ആവശ്യമില്ല, എം ടിക്ക് എന്നെ ആവശ്യമില്ല, ഇവർക്കാർക്കും എന്നെ ആവശ്യമില്ല. പല സിനിമയ്ക്ക് ആവശ്യം. എനിക്ക് മിനിമം മർലിൻ ബ്രാൻഡോ ആകണമെന്ന് ആഗ്രഹിച്ച് ഞാൻ വന്നിട്ട് മമ്മൂട്ടി ആയാണ്. ഞാൻ അങ്ങനെ ഈ പറഞ്ഞ പോലെ ബോൺ ആക്ടറല്ലോ, സോക്കോൾഡ് ബോൺ ആക്ടറല്ലേ ഞാൻ അഭിനയിക്കാൻ ആഗ്രഹിച്ച് അങ്ങനെ നന്നായി തേച്ച് മിനുക്കിയെടുത്ത ഒരു പ്രകടനമായി മാത്രം ഇപ്പൊ ഞാൻ കാണിക്കുന്നു. പക്ഷെ എനിക്കൊരു വലിയ ആത്മധൈര്യം എന്ന് പറയുന്നത് ഇത്രയും തേച്ച് മിനുക്കാമെങ്കിൽ ഇനിയും തേച്ചാൽ ഇനിയും മിനുങ്ങും. അതാണ് ആ ഡയലോഗാണ്. ഇത്രയും തേച്ച് മിനുക്കാമെങ്കിൽ ഇനിയും തേച്ചാൽ ഇനിയും മിനുങ്ങും. അത് എന്റെ ഒരു വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ശരിയാണ്. അതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് കണ്ട മമ്മൂക്ക, ഞാനിപ്പോ ബേക്കൻ റീൽസിന്റെ ഒരു വീഡിയോ നമ്മൾ ലാസ്റ്റ് റിയാക്ട് ചെയ്തപ്പോ അതിൽ പുള്ളി പറയുന്ന ഒരു സംഭവം ഉണ്ട്, എനിക്ക് വളരെ കറക്റ്റ് ആയിട്ട് തോന്നിയത്. എന്താന്ന് വെച്ചാൽ ആരോ ഒരു കോൾ ചെയ്യണ്ടല്ലോ, പോയി. അപ്പോ അതിൽ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, അതായത് ഈ തേച്ച് മിനിക്കുന്നതിനെ കുറിച്ച്. അതായത് പണ്ടത്തെ മമ്മൂട്ടി എന്ന് എടുത്തു പറയുന്നത് പണ്ട് മമ്മൂട്ടി ഭയങ്കരമായതുകൊണ്ടോ ഇപ്പൊ മോശമായതുകൊണ്ടോ അല്ല, പണ്ടത്തെക്കാൾ വേറെ ലെവലിലാണ് ഇപ്പൊ മമ്മൂട്ടി ഇപ്പൊ നിൽക്കുന്നത്. അതുകൊണ്ടാണ് പണ്ടത്തെ മമ്മൂട്ടി എന്ന് പറയുന്നത്. പണ്ടത്തെ മമ്മൂട്ടി ഒന്നുമല്ല, അത്ര ഹെവി ആയിട്ടാണ് നമുക്ക് ഇപ്പൊ നിൽക്കുന്നത് എന്നാണ് പറഞ്ഞത്. അത് ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയില്ല. ആ വീടിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തേച്ച് മിനുക്കി ഇനിയും തേച്ചാൽ ഇനിയും മിനുങ്ങുമോ മമ്മൂട്ടി? അതാണ് ചോദ്യം. മറുപടി നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. ഇനിയുള്ളത് അംബേദ്കറിന്റെ ആ ഒരു ഇംഗ്ലീഷ് പറഞ്ഞതിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ്, അതുകൂടി കണ്ടിട്ട് വരാം. ഓക്കെ, റെഡി? 30 ദിവസം ഡബ് ചെയ്ത് അംബേദ്കർ, വിശ്വസിക്കോ? 30 days ഒരു പടം അഭിനയിക്കാൻ ഇവിടെ സമയം കൊണ്ട് 30 ദിവസം ഡബ് ചെയ്തിട്ടാണ് അംബേദ്കർ ആ കൊല്ലം ഞങ്ങളും താമസിക്കുന്നത്. അപ്പോൾ ഒരു ശരിക്കുള്ള ബ്രിട്ടീഷ് ഒരു ക്വീൻസ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു സ്ത്രീയെ മണിക്കൂറിന് 600 രൂപ ശമ്പളം കൊടുത്ത് ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ പോയി. അവരൊരു 3 മണി മുതൽ 4 മണി വരെയുള്ള സമയം പറയും. ഞാൻ 3:30 മണിക്ക് ചെല്ലും, 3:45 പോരും പേടിച്ചിട്ട്. എനിക്ക് അവർ പറയുന്ന ഫസ്റ്റ് ഓഫീസ് ഒന്നും എനിക്ക് വരില്ല. ആ ഇംഗ്ലീഷൊക്കെ പഠിച്ചു. ആ കാലത്തൊക്കെ ഞാൻ ഇംഗ്ലീഷ് പറയാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രസംഗിക്കുമ്പോഴൊക്കെ ഭയങ്കര ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ്. അതൊക്കെ പോയി 10-12 കൊല്ലം ഇപ്പൊ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി. My power to prevent that, but it is within my power to refuse to live under this humiliating condition. Why don't you ask your fathers and forefathers that question? Our efforts are to gain basic human rights and regain our self-respect. വോയിസിന്റെ പവറേ, കാരണം രണ്ട് രീതിയിലാണ് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞിട്ടുള്ള വേറെ രീതിയിലാണ്. ആ ചെറിയൊരു ആ മോഡുലേഷൻ ചേഞ്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. പിന്നെ ആ ചിരി, ആ ജസ്റ്റ് നമ്മള് നോക്കണ്ട, ആ ചിരി അത് വേറെ ലെവൽ. ആ ചിരിയുടെ ഗാംഭീര്യം എന്താണെന്നാണ് ആ ഒരു അല്ലേ, ഭയങ്കരമാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്തത് ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് അത്രയും ആളുകൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന കുറച്ച് ആളുകൾ എനിക്ക് പേഴ്സണലി
മെസ്സേജ് അയക്കുന്ന സാധനമാണ്. ആ ലിങ്ക് എനിക്ക് അയച്ചു തന്നാണ്. ആ 2 സാധനം മാത്രം റിയാക്ട് ചെയ്തിരിക്കുന്നത്. അത് ഒരുപാട് നീ നോക്കിയപ്പോൾ അത് ഇൻസ്റ്റയിൽ മമ്മൂട്ടിൻ്റെ ഒരു ഫാൻ പേജിൽ വന്നിട്ടുള്ള സാധനങ്ങളാണ്. സോ എന്തായാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര സെറ്റപ്പായിട്ട് തോന്നി. സോ കൂടുതലൊന്നും പറയില്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക. ഇനി ചോദിക്കാനുള്ള ചോദ്യത്തിലേ ഉള്ളൂ, നമുക്ക് പറഞ്ഞ പോലെ തേച്ച് മിനുക്കിയാൽ ഇനിയും മിനുങ്ങുമോ മമ്മൂട്ടി? അതിനെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എവിടെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം. കാണുന്നവരെ